ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ 77ാമത്തെ ദിവസമാണ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഡേയുടെ. എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ടാണോ അതോ ഇന്നത്തെ ദിവസം കൊള്ളാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. 10-15 വട്ടത്തെ റെക്കോർഡിംഗ് ആയി വോയിസ്, ഇതുവരെയായിട്ടും കറക്റ്റായിട്ടില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എനിക്കിനി വയ്യ, വയറുവേദന എടുത്തൊരു തരത്തിലും വയ്യാത്തൊരു ദിവസമാണ് ഇന്നത്തെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏത്തയ്ക്ക പുഴുങ്ങിയത് മാത്രമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് സാധനം വാങ്ങിക്കാൻ പോകണമായിരുന്നു, തിരിച്ചൊന്ന് മീൻ വെട്ടണമായിരുന്നു, അത് കഴിഞ്ഞ് അത് കറി വെക്കണമായിരുന്നു, പിന്നെ മീനിൻ്റെത് വറക്കണമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുളവായൊരു ദിവസമായിരുന്നു. എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ചൊന്നിരുന്നപ്പോൾ തന്നെ നേരം 3:30 പിന്നെ ജിമ്മിൽ പോകാൻ റെഡിയായി. ജിമ്മിൽ വന്ന് കുറച്ച് വാമപ്പ് ചെയ്തപ്പോൾ പിന്നെയും വയറുവേദന എടുത്ത്. പിന്നെ ആൾക്കാരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറണിട്ട് നോക്കി. അങ്ങനെയൊക്കെ കുറച്ച് നേരം ടൈം കളഞ്ഞു. അപ്പോൾ പിന്നെയും വർക്കൗട്ട് ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്ക് വോമിറ്റ് ചെയ്യാനും തല ഇറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ലൈറ്റായിട്ടാണ് ചെയ്തത്, കാരണം ബോഡിയെ പുഷ് ചെയ്ത് അവിടെ കാണും വാൾ വെച്ചാൽ പിന്നെ ആൾക്കാരെന്ത് വിചാരിക്കും ഓർത്ത്. അങ്ങനെ ഒരുവിധം വർക്കൗട്ടൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടി കാത്തിരുന്ന് എൻ്റെ വർക്കൗട്ട് ഒരു വിധത്തിൽ ഞാൻ കഴിച്ചു. 4 വർക്കൗട്ടേ ഞാൻ ചെയ്തുള്ളൂ. ഒന്ന് സ്ക്വാട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാംസ്ട്രിങ്ങിനൊരെണ്ണം, പിന്നെ ഒരു അഡക്ടർ എന്ന് പറഞ്ഞൊരു വർക്കൗട്ട്. ഇതും ചെയ്ത് പിന്നെ കാഫിനും ചെയ്ത്. കാഫിന് ചെയ്തത് എനിക്ക് തല ഇറങ്ങിയോണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രെച്ച് ചെയ്ത്. പിന്നെ ഇനി നിന്നാൽ ഞാൻ അവിടെ വീഴുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അമ്മയെ എവിടെയും കണ്ടില്ല. അമ്മ വെളിയിൽ എവിടെയോ ആയിരുന്നു, ജോലി ചെയ്യുമായിരുന്നു പറമ്പിൽ. അപ്പോൾ ഞാൻ ചെന്ന് കുളിച്ചില്ലെങ്കിൽ ഇനി ഫുഡ് കിട്ടില്ലെങ്കിലോ എന്നിട്ട്. പക്ഷേ എനിക്ക് കഴിക്കാനുള്ള മൂഡും ഇല്ലായിരുന്നു. അപ്പം പഴവും കപ്പലണ്ടിയും കഴിച്ചിട്ടൊന്ന് റീഡ് ചെയ്യാനിരുന്നു. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളായിരുന്നു. ബൈ.